ഗൈസ്, അപ്പോൾ iOS 26 റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ മേജർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് iOS 27 ഫീച്ചേഴ്സിനെ പറ്റിയാണ്. പുതിയത് റിലീസായിരുന്നു. എനിക്ക് തോന്നുന്നു 8-ാം തീയതിയോ അങ്ങനെ എന്തോ ആയിരുന്നു റിലീസായത്. അപ്പം WWDCയുടെ ഇവൻറ്റിൽ അവർ പറഞ്ഞായിരുന്നു. 11-ആണോ 8-ആണോ എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിഞ്ഞൂടെ, അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെല്ലാം അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എന്തെല്ലൊക്കെയാണ് മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. അപ്പം എനിക്ക് കുറച്ച് അറിഞ്ഞതൊക്കെ ബാക്കിയൊക്കെ ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ അത് ഇറങ്ങുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അപ്പം പറയാം. പക്ഷെ എന്തായാലും ഇപ്പം കിട്ടിയ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പം അത് വാൾപേപ്പർ ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അവർ. വാൾപേപ്പർ മീൻസ് ഇപ്പോൾ വാൾപേപ്പർ ഇതിൻ്റെ iOS 27 വാൾപേപ്പർ ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം, വെക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. വാൾപേപ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ആ സെയിം വാൾപേപ്പർ തന്നെ ഇടാം, അങ്ങനെയൊക്കെ അത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നോക്കണമെങ്കിൽ റീവാംഡ് സിറിയയുടെ ഇതൊക്കെ കുറച്ചും കൂടെ അവർ ഇതാക്കി. ഇപ്പോൾ ജെമിനിയായി ഗൂഗിളായിട്ട് ഇതാക്കണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്, അതിൽ പറഞ്ഞായിരുന്നവർ. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഡൈനാമിക് ഐലൻഡ് ഇപ്പം സിറി വേറൊരു അടിപൊളി ഇതായിട്ടാണ് വരുന്നത്, ഒരു ഫീച്ചറായിട്ടാണ് വരുന്നത്. അവിടെ തന്നെ നമുക്ക് ഇത് ലോഗോ ആയിട്ട് അവിടെ നിന്ന് വരും ഇനി മുതൽ. അത് അടിപൊളിയാണ്, ആ ഫീച്ചർ പൊളിയായിരുന്നു. പിന്നെ അവിടെ തന്നെ നമുക്കെല്ലാം പറയാം. പിന്നെ അവിടെ നമുക്ക് കുറേ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാം, മാപ്പ് കാര്യങ്ങൾ. അല്ലാതെ തന്നെ കുറേ ഫീച്ചേഴ്സ് അവിടെ തന്നെ നമുക്ക് ചോദിച്ചാൽ അവർ ഉത്തരം പറ തരും, അങ്ങനത്തെ രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ വാൾപേപ്പർ നമ്മൾ കുറച്ചും കൂടെ അത് ഹൈടെക് ആക്കിയിട്ടുണ്ട്. നമ്മൾ എഴുതുന്നത് അവരുണ്ടാക്കി തരും. ഇപ്പം അങ്ങനെ ആക്കി. കഴിഞ്ഞാൽ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് അവർ സെറ്റാക്കി തരും. നമ്മളൊരു പൂച്ചയെ വരയ്ക്കാൻ പറഞ്ഞാൽ അവരത് പൂച്ച വരച്ച് തന്നെ തരും. അത് കൊള്ളാം, കുറച്ചും കൂടി ഇതാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി നമ്മളെ ഇൻ ഹാൻഡ് ഫീൽ കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ വാൾപേപ്പർ ഉണ്ടല്ലോ, വാൾപേപ്പറിൽ അവിടെ തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. നമ്മളെ വാൾപേപ്പർ തന്നെ അവരുണ്ടാക്കി തരും അതിൽ. അപ്പോൾ നമുക്കത് വാൾപേപ്പർ ആക്കി ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്വൽ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് അല്ലാതെ തന്നെ സിറിയിൽ തന്നെ നിൽക്കുക, അതല്ലാതെ വരും. പിന്നെ അല്ലാതെ നമുക്കറിയാം ക്യാമറ കൺട്രോളിൽ നേരത്തെ വന്നതാണ്. iOS 26 വന്ന് 17 ഇറങ്ങിയപ്പോഴും 16 മോഡൽ തൊട്ടേ ഉണ്ട്, 16 Pro Max മുതൽ. അപ്പം അതിപ്പോൾ കുറച്ചുകൂടി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് സിറിയിലെ അപ്ഗ്രേഡ്സ് ആണ്. ഇനി ഞാൻ പറയുമ്പോൾ ഫോട്ടോസ് ആൻഡ് ക്യാമറയിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇതായതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫോട്ടോ ക്ലീനപ്പ് എക്സ്റ്റെൻഡ്, പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ ആഡ് ആയിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ. പിന്നെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്, ക്ലീനപ്പ് നമുക്ക് നേരത്തെ ഉണ്ടല്ലോ. ഇത് എക്സ്റ്റെൻഡ് കുറച്ചുകൂടെ നമ്മൾ ഫോട്ടോ എന്താണോ കാണുന്നത് അതിനെ നമ്മൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആക്കി അവർ കാണിച്ചു തരും. പിന്നെ റീഡിസൈൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലീനപ്പ് കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നല്ല രീതിയിൽ അത് സ്മൂത്ത്ലി പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിനി ബാക്കി ഇൻ ഹാൻഡ് നോക്കിയിട്ട് പറയാം. പിന്നെ ക്യാമറ ഫീച്ചറിൽ നല്ല ഐഫോൺ ഡുവൽ ക്യാപ്ചർ എല്ലാം ന്യൂവർ, അതിൻ്റെ ഒരു രീതിയെല്ലാം മാറിയിട്ടുണ്ട്. ക്യാമറ ആപ്പിൽ എവിടെയാണ് ഇരിക്കുന്നത് അതെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീപ്ലേസ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് വന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് സെക്ഷൻ വന്നിട്ടുണ്ട് ആപ്പിൽ. ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചർഡ് ബൈ മീ എന്തൊക്കെയാണ് അങ്ങനത്തെ രീതിയിൽ ഒരു ഡെഡിക്കേറ്റഡ് അത് വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈനും UI-ലും ലിക്വിഡ് ഗ്ലാസ് UI തന്നെയാണ്. പിന്നെ അഡ്വാൻസ്ഡ് കൺട്രോൾ സെൻറ്റർ അതെല്ലാം മാറിയിട്ടുണ്ട്. സ്ലൈഡ്, അലാറം, റിങ്ങർ അതെല്ലാം. പിന്നെ സഫാരിയിൽ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. സഫാരിയിലൊക്കെ നല്ല ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ഹോം സ്ക്രീൻ എക്സ്ട്രാ ലാർജ് വിഡ്ജറ്റ്, കുറേ വിഡ്ജറ്റുകൾക്ക് കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ആക്കാം, ലാർജ് ആക്കാം, വലുതാക്കാം, ഫുൾ ആക്കാം, അങ്ങനത്തെ രീതിയിലൊക്കെ അതിലും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡിസൈനും UI-ലും മെയിനായിട്ട് വന്നത്. പിന്നെ നോക്കണമെങ്കിൽ കണക്ടിവിറ്റിയും യൂട്ടിലിറ്റീസും ഉണ്ട്. ഫാസ്റ്റർ നെറ്റ്വർക്ക്
നമുക്ക് ഇപ്രാവശ്യം ഇതിൽ കിട്ടും, വൈഫൈയും. പിന്നെ ഷോർട്ട് കട്ട്സ് ഓട്ടോമേഷനും ഉണ്ട്. അതെല്ലാം നമുക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് കട്ട്സ് നമ്മൾ തന്നെ എഴുതി കൊടുത്താൽ ഷോർട്ട് കട്ട്സ് ആപ്പിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് തന്നെ ഫൈൽ മെയിലും കുറച്ച് മാറ്റമുണ്ട്. പിന്നെ കോർഡിനേറ്റീവ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മ്യൂസിക് ആപ്പ് ആവട്ടെ, മെസ്സേജസ് ആവട്ടെ, അതിലെല്ലാം ചേഞ്ച് കൊണ്ടുവരണം. അതിൽ ഹോം ആപ്പ് ആവട്ടെ, മ്യൂസിക്കിലൊക്കെ കുറച്ച് എന്തൊക്കെയോ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കാണുന്ന പോലെയല്ല, നേരത്തെ ഇരുന്നത് പോലെയല്ല ഇപ്പോൾ ഇതിലിരിക്കുന്നത്. അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ മെയിൻ ചേഞ്ചുകളൊക്കെയാണ് അത്. മറ്റേ ആപ്പിൾ അത് കൊണ്ടുവന്നു. പിന്നെ പ്ലേ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷോർട്ട് കട്ടിൽ ഇതാക്കുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ മേജർ ചേഞ്ചുകളൊക്കെ ഉള്ളൂ. അല്ലാതെ നോക്കണമെങ്കിൽ ഇപ്പോൾ വേറെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ അത് തന്നെ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ അവർ ഇതാക്കാൻ വേണ്ടിയാണ് ഇതിൽ നോക്കിയത്. ബാക്കിയൊക്കെ നമുക്കിനി എന്തായാലും അറിയാവും. എന്തായാലും ബാക്കി ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നത്. ഫോട്ടോ എഡിറ്റിംഗ് ടൂളും ഷോർട്ട് കട്ട്സും ഇതൊക്കെ തന്നെ മെയിൻ. ബാക്കിയൊക്കെ ഇനി ഇറങ്ങി ഇൻ ഹാൻഡ് കിട്ടുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ മെയിൻ ഫീച്ചേഴ്സുകളാണ്. നമുക്ക് വാൾപേപ്പർ ഉണ്ടാക്കാം. പിന്നെ വേറെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജിലും കാര്യങ്ങളിലും എല്ലാം വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ബാക്കി നമുക്ക് ഫോണൊക്കെ ഇറങ്ങുമ്പോൾ നോക്കാം. ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇതിലോട്ട് ചെയ്യാൻ ഇപ്പം ബീറ്റ ചെയ്യാൻ കുറേ പേര് ചെയ്യുന്നുണ്ട്. അതും കൂടെ പറയാൻ ഞാൻ നിർത്തുക. ബീറ്റ ആപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും നോക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അവർ ഒഫീഷ്യലി ഇറക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ ബഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അത് അപ്പം ചെയ്യാനാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ബാക്കിയുള്ള വീഡിയോ ഒക്കെ കണ്ട് നോക്കിയിട്ട് മാത്രമേ ബീറ്റ ചെയ്യാവൂ. ബാക്കി ചെയ്യാതിരിക്കുകയാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. അപ്പോൾ എന്തായാലും അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.